ഹലോ ഹായ് അസ്സാമു അലൈക്കും. എന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ? സുഖമല്ലേ? അൽഹംദുലില്ലാ സുഖമായിട്ടിരിക്കണു, റാഹത്തായിട്ടിരിക്കണു കേട്ടോ. അപ്പോൾ 2 വട്ടം വീഡിയോസ് ഇട്ടപ്പോഴും കമൻറ്റ് ബോക്സ് ഓഫാല്ലേ. ഈ മക്കളെ ഇങ്ങനെ കാണിക്കുമ്പോൾ നിങ്ങളിങ്ങനെ ചോദിക്കും, കുട്ടികളിങ്ങനെ എപ്പോഴും ചോദിക്കും, കുട്ടികളെ കാണിച്ചു കൊണ്ട റിഷാ ഇപ്പോൾ കാണിക്കലില്ലല്ലോ അങ്ങനെ പറയും. അപ്പോൾ അധികം വീഡിയോസ് എടുത്തു നോക്കിയാൽ അറിയാം നിങ്ങൾക്ക്, മക്കൾ ഒരുപാട് നമ്മൾ കാണിക്കുമ്പോഴേ അത് കമൻറ്റ് ബോക്സ് ഓഫായിരിക്കും. അതുകൊണ്ടാണ് കുട്ടികളങ്ങനെ കാണിക്കാത്തത്. പിന്നെന്താ, കൂടുതൽ ആളിങ്ങനെ ചോദിച്ചപ്പോൾ 2-3 പ്രാവശ്യം നമ്മളങ്ങനെ വീഡിയോസ് ഇട്ടതാണ് കേട്ടോ. പിന്നെ ദാദാ മക്കൾ ഇപ്പോഴും ഉണ്ട് കേട്ടോ. ഇതിൻ്റെ കമൻറ്റ് ബോക്സ് ഓഫ് ആവുമല്ലേ എന്നൊന്നും എനിക്കറിയില്ല. ഇൻഷാ അല്ലാ. അപ്പോൾ റിഷാ മൊയ്തു ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്നാണ് സബ്സ്ക്രൈബ് ചെയ്യുകൊണ്ട് ആ ലൈക്കുമ്പോൾ തൊട്ട് കണ്ടു തുടങ്ങിക്കോണ്ടി കേട്ടോ. പിന്നെ ആദ്യമായിട്ട് കാണുന്നവർക്ക് എന്താ ഏതാ ഒന്നും മനസ്സിലാവില്ല. നമ്മളെ പഴയ വീഡിയോസുകളൊക്കെ ഒന്ന് സ്കിപ്പ് അടിച്ചാതെ കണ്ട് അന്നാണ് മുന്നോട്ട് വരുവേണ്ടി കേട്ടോ. അപ്പോൾ നമ്മളെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ മനസ്സിലാവും. പിന്നെ എന്താണെന്നോ, അറിയാതെ എന്തെങ്കിലുമൊക്കെ ഒരു കമൻറ്റ് ഇടുമ്പോൾ നമുക്കും തന്നെ ഒരു വിഷമമായിരിക്കും. അപ്പോൾ എന്ത് സാഹചര്യവും മുന്നോട്ട് നമ്മൾ എത്രയായാലും മുന്നോട്ട് പറഞ്ഞ പോലെ അല്ലേ, ഇൻഷാ അല്ലാ ഉയരങ്ങളിലൊക്കെ എത്തും. അപ്പോൾ അതിനുള്ള ഒരു പ്രയത്നത്തിലാണ് ഞാൻ കേട്ടോ. അപ്പോൾ നിങ്ങളെയൊക്കെ സപ്പോർട്ട് അത് വേണം എനിക്ക് എന്തായാലും. അപ്പോൾ അതെന്താ ഇവിടെ വന്ന് കണ്ട് ഇവിടേക്ക് ഒന്നാണ് വൃത്തിയാക്കണം കേട്ടോ. ഒന്നാണ് വൃത്തിയാക്കിയിട്ട് ഇങ്ങോട്ട് മാറുകയാണ്. താത്തയും മമ്മയൊക്കെ പോയില്ലേ. അപ്പം ഇനിയിപ്പോൾ വെക്കേഷൻ്റെ ഒഴിവൊക്കെയാണല്ലോ അല്ലേ. ഈ ഡിസംബർ ലാസ്റ്റ് എക്സാമൊക്കെ തുടങ്ങാനായല്ലോ. അപ്പം മക്കളും മോളും ഉമ്മയൊക്കെ തിരിച്ചു വരാമെന്ന് പറഞ്ഞുകൊണ്ട് കേട്ടോ. അമ്മ കുറേ ദിവസമായിട്ടോ ഓളടുത്തേക്ക് പോകണം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പൂതിയൊക്കെ തുടങ്ങിയിട്ട്. ഒന്നാമത് അത്രയും ദൂരമായിട്ട് ഞാൻ സമ്മതിക്കലില്ല, വേണ്ടാന്ന് തന്നെ പറയൽ കേട്ടോ. നിങ്ങളവിടെ പോയിക്കാണ്ട് ഓളടങ്ങാറാക്കണ്ടെന്നാണ് പറയൽ. ഇപ്പം ഈ ഒരു പ്രാവശ്യം ഉമ്മാക്കും തന്നെ കിട്ടിയൊരു ചാൻസ് അല്ലേ എന്ന് കരുതിക്കാണ്ട് അങ്ങോട്ട് പോയതാട്ടോ ഉമ്മ. അപ്പോൾ എവിടേക്കാണ് പോകണമെന്ന് ചോദിച്ചപ്പോൾ താത്താൻ്റെ അടുത്തേക്കാണ്. കാരണം ഉമ്മ അവിടെ കണ്ടിട്ടില്ല. ഒന്നാമത് അതാണ്, ഓൾ ആ വീട്ടിലേക്ക് മാറിയിട്ട് തീരെ കണ്ടിട്ടില്ല. അപ്പോൾ ഇവിടെയൊക്കെ നന്നാക്കുക. അതിൻ്റെ ഇടയിൽ ഈറടിച്ച് പോകുന്നുണ്ട് കേട്ടോ. അതെന്താണെന്നോ, മക്കളെയും കൊണ്ട് വന്നാൽ എന്താണെന്നോ ഓല് സമ്മതിക്കൂല. ആകെ ഓല പണിയെടുക്കും. പൈപ്പ് ഇരിച്ച് വെള്ളം എടുക്കലും അതേപോലെ ആ കിണറിന് നിങ്ങൾക്ക് അറിയാലേ ഒരു പടുവും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഒരു ബേജാറോട് കൂടിയിട്ടാണ് ഇതൊക്കെ നന്നാക്കുക കേട്ടോ. അപ്പോൾ എന്ത് പരിപാടി എടുക്കുകയാണെങ്കിലും നമ്മളൊരു ശ്രദ്ധ വേണം. പിന്നെ അവിടെ മുത്തച്ഛി ഉണ്ട് കേട്ടോ. ഓളോട് മുത്തച്ഛി താത്താനോട് ഞാൻ പറഞ്ഞു ഒന്നും ശ്രദ്ധിക്കും കേട്ടോ പറഞ്ഞു. നമ്മളെ കണ്ണ് വെട്ടിച്ചാലേ ഓടും അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ ആ കിണറിൻ്റെ ഭാഗത്തേക്കൊക്കെ, കിണറിൻ്റെ അവിടെ എന്തെങ്കിലുമൊക്കെ ഒരു കമ്പി വേലിയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് വെക്കണം കേട്ടോ. ഇങ്ങനെ തുള്ളി ചാടി കിടക്കണ ഭയങ്കര ഇഷ്ടം കൊണ്ടാട്ടോ. ഇങ്ങനെ പുറത്തേക്ക് വിടലില്ലല്ലോ. അവിടെ ഇങ്ങനെ ആ വീടിൻ്റെ ഉള്ളിൽ ആ ഒരു ഗേറ്റിൻ്റെ അവിടെ ഇങ്ങനെ നിൽക്കുന്നല്ലാതെ, പിന്നെ കുറേ ആ മതിലിന് ചാരി നിൽക്കുന്നല്ലാതെ നമ്മളങ്ങനെ പുറത്തേക്ക് അങ്ങനെ വല്ലാതെ കൊണ്ടുവരലില്ല നിങ്ങൾക്ക് അറിയില്ല. അപ്പോൾ ഇന്നിപ്പോൾ ഇതിലവിടെ പോന്നപ്പോൾ ഇവിടേക്ക് ഒന്നാണ് നന്നാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇവിടെ നിൽക്കാമല്ലോ എന്ന് കരുതിക്കാണ്ട് അവിടെ നിൽക്കുകയാണ് കേട്ടോ. ഇവിടെ ആവുമ്പോൾ പിന്നെ വാടക പൈസയൊന്നും വേണ്ടല്ലോ. അപ്പോൾ അങ്ങനെ അങ്ങോട്ട് ഒപ്പിച്ച് കാട്ടൊക്കെ നിൽക്കാൻ പറ്റുമൊക്കെയാണ് നിൽക്കാൻ കരുതിയിട്ടാണ്. ഋതുവിന് പിന്നെ മുത്തച്ഛൻ്റെ അവിടെ ആൺകുട്ടികളൊക്കെ ഉണ്ടല്ലോ അല്ലേ, അവിടെയൊക്കെ പോയി കടന്നോളും. ഷെയ്മോളും ഇച്ചും ഇവിടെയൊക്കെ കടന്നോളും. ഞങ്ങൾ ആ റൂമിലൊക്കെ കിടക്കാമെന്ന് കരുതി അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങോട്ട് നിൽക്കുകയാണ്. എന്താവുന്നൊന്നും അറിയില്ല. അപ്പോൾ വെള്ളത്തിൻ്റെ പരിമിതി വേറെയുണ്ട് കേട്ടോ. വെള്ളം വരുന്ന ഒരു ബുദ്ധിമുട്ട്. പൈപ്പ് വെള്ളമാണ്, ലൈൻ വെള്ളമാണ് കേട്ടോ. അപ്പോൾ ഈ 2 ദിവസം ആഴ്ചയിലൊക്കെ കൂടുമ്പോൾ വെള്ളം വരുള്ളൂ. അപ്പോൾ മുത്തച്ഛി അങ്ങനെ പറയുന്നുണ്ട്, വെള്ളം ചിലപ്പോൾ കമ്മിയായിരിക്കും. പിന്നെ കിണറ്റിൽ ഒരു തുള്ളി വെള്ളം ഉണ്ട് കേട്ടോ. അത് നമ്മൾ മുക്കിയിട്ട് എടുക്കണം. പിന്നെ മോട്ടർ വെക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വരും. പിന്നെ എന്താ, കിടക്കാനുള്ളൊരു പരിമിതികളാണ് നമ്മൾ എല്ലാവരും കൂടി കിടക്കാനൊരു ബുദ്ധിമുട്ടേ. ഞാൻ പിന്നെ നിങ്ങൾക്ക് അറിയാം എൻ്റെ ഒരു സ്വഭാവം വെച്ച് നോക്കുമ്പോൾ അല്ലേ, ഞാൻ എവിടേക്കും മക്കളെയും കൊണ്ട് പോകില്ല എന്ന് എല്ലാവരും വിളിക്കണുണ്ട് കേട്ടോ. അങ്ങോട്ട് പോര്, കുറച്ച് ദിവസം അവിടെ നിൽക്കുക ഇവിടെ നിൽക്കുക, ഈ വെറുതെ വാടക പൈസയൊന്നും കൊടുത്ത് നിൽക്കണ്ട എന്നെല്ലാവരും പറയുന്നുണ്ട്. നമുക്കായാലും ഇപ്പം അല്ലേ, ഏതാളുകൾ ഏത് പാവങ്ങളാണെങ്കിലും നമുക്കൊക്കെ ഉണ്ടാവും ഫാമിലി കാര്യങ്ങളൊക്കെ. പക്ഷെ എന്താണെന്നോ, ഞാൻ അങ്ങനെ ബുദ്ധിമുട്ടിക്കലില്ല. അതിപ്പം 2-3 മക്കളില്ലോർക്ക് അറിയാം. നിങ്ങളിപ്പോൾ ഒരു 10-15 ദിവസമോ ഇനി പിരിവീസോ അല്ലെങ്കിൽ ഒരു മാസമൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോയി നിൽക്കുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടാവും. അപ്പോൾ ആരും ബുദ്ധിമുട്ടിക്കരുത് എന്നുള്ളൊരു ലെവലോ. ഒന്നാമത് മക്കളൊക്കെ ഒരു വിക്രസ് മക്കൾ അറിയില്ല, നമ്മൾ വികൃതിക്കുള്ള മക്കൾ. അപ്പോൾ അങ്ങനെ ഒരു മക്കൾ തന്നെയാണ് നമ്മളത് കേട്ടോ. എല്ലാ മക്കൾക്കും ഉണ്ടാവൂലേ, മക്കൾക്കും ഉണ്ടാവും ഇങ്ങനത്തെ. അപ്പോൾ അത് ഞാനും ബുദ്ധിമുട്ടിക്കരുത് എന്ന് കരുതിയിട്ടാണ്. അതിപ്പോൾ ഒരു ചായ്പാണെങ്കിൽ നമ്മളവിടെ മക്കളങ്ങനെ കളിച്ച് നടക്കുമ്പോൾ ഒരു സന്തോഷമല്ലേ. കുറച്ച് ദിവസമാണ് അതിപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്നും ചെയ്ത് തീർക്കാറുണ്ട്. അപ്പോൾ വിട്ട് നിന്ന് ചെയ്യാമെന്ന് കരുതിയിട്ട്. ആരെയും ദേഷ്യപ്പെടുത്തും, ആരും ഉപദ്രവിക്കും, ആരെയും പറ്റി ഒന്നും ചെയ്യണ്ട. നമുക്ക് നമ്മളേതായ ഒരു സ്റ്റൈലുണ്ടല്ലോ അല്ലേ, നിങ്ങൾക്കറിയാം. ആരും ബുദ്ധിമുട്ടിക്കാതെയും ആരോടും ഒന്നിനും പോവാതെയും നിൽക്കുന്ന ആളാണ് ഞാൻ. എന്താരും നമ്മളെ ചെയ്താലും ഞാൻ ഒന്നിനും ഓലോട് മറുപടി പറയാനോ ഒന്നിനും പോവലില്ല.
അപ്പോൾ മാറി നിന്നിക്കാണ്ട് എല്ലാ കാര്യങ്ങളും വൃത്തിക്കൊണ്ട് ചെയ്യാമെന്ന് കരുതി കേട്ടോ. ഇതിവിടെ ഇമ്മമ്മ കടന്നീന റൂമാട്ടോ. ഉമ്മമ്മ അവിടെ നിസ്കരിച്ചാനും ഇതിനൊക്കെ കട്ടിലെന്തായാലും ഒഴിവാക്കണം, അല്ലെങ്കിൽ അവിടെ വിരിച്ചാൻ കഴിയൂല. ഒരു ചെറിയ ഇടുങ്ങിയ റൂമാണ് ഇത് കേട്ടോ. അങ്ങനെ ഒരു കുഞ്ഞ് 2 റൂമാണ്. അപ്പോൾ ഇവിടെ ഒന്നായിട്ട് വിരിച്ചിട്ട് ഞങ്ങൾക്ക് കിടക്കാൻ പറ്റുമോ എന്ന് ഇങ്ങനെ നോക്കുകയാണ്. ഞാൻ കാക്കൂനോട് പറഞ്ഞു കണ്ട് കേട്ടോ, നടക്കുമാവോന്ന്. പിന്നെന്താണെന്നോ, ഈ ഒരു കിണറിൻ്റെ കാര്യമാണ് വല്ലാത്തൊരു പേടി കേട്ടോ. ഇവർ ഒരു മൂന്ന് മുത്തുമണികളില്ലേ അല്ലേ, അപ്പോൾ ഒരു 3 ആളും കൂടിക്കാണ്ടേ ഇപ്പം തന്നെ ആ കിണറിൻ്റെ ആ ഭാഗത്തേക്കൊക്കെ പോയിട്ട് ഞാൻ പിടിച്ച് വലിച്ച് കൊടുന്നിക്കുകയാണ് ദേഷ്യപ്പെട്ട് കാണ്ട് കേട്ടോ. അവരിങ്ങനെ കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടുകയാണ്. പിന്നെ അടുക്കളയാണ് കേട്ടോ. അമ്മ ഉണ്ടായപ്പോൾ ഇങ്ങനെ വൃത്തിയിലൊക്കെ കൊണ്ടുനടന്നിരുന്നു, നല്ല വൃത്തിയിൽ. പിന്നെ മുത്തച്ചിയും നാത്തുമാരും താത്താരൊക്കെ വരുമ്പോൾ ഒക്കെ വൃത്തിയാക്കലുണ്ട്. ഞാൻ പിന്നെ ഇവിടെ ഇല്ലയെന്ന് നിങ്ങൾക്കറിയില്ല, ഓലൊക്കെ വന്ന് വൃത്തിയാക്കും കേട്ടോ. പിന്നെ നമ്മൾ ഉപയോഗിക്കാതെ ഇങ്ങനെ കിടക്കുമ്പോൾ എത്ര വൃത്തിയാക്കിയാലും വൃത്തിയാവൂലല്ലോ. പിന്നെ ഒരു പഴയ ഇടുങ്ങി പിടിച്ചതല്ലേ. ഇതിങ്ങനെ ഒരു ചായ്പ് പോലെ ഉണ്ടാക്കിയതായിരുന്നു കേട്ടോ. ഈ പശുക്കളൊക്കെ അല്ലാന്ന് വൈക്കോലും അതേപോലെ പുണ്ണാക്കൊക്കെ വെക്കാനൊക്കെ വേണ്ടിയിട്ട്. പിന്നെ അമ്മയിപ്പൊക്കെ വന്ന് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നല്ലാതെ കിടത്തം കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അതൊക്കെ വലിയ മുത്തച്ചി താത്താൻ്റെ അവിടെയൊക്കെയാണ്, അല്ലെങ്കിൽ മറ്റേ താത്താമാരോടെയൊക്കെ നിൽക്കും കേട്ടോ. എൻ്റെ അടുത്ത് പിന്നെ നിൽക്കാനും നിങ്ങൾക്ക് അറിയാമല്ലേ, എല്ലാം പിന്നെ അവർ സ്ഥലപരിമിതിയും കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട്. ഞാൻ എപ്പോഴും വിളിച്ചു കേട്ടോ അമ്മമാനും പപ്പാനും. എന്താ ഇങ്ങോട്ട് പോരിയാണ്, കാക്കുവിൻ്റെ ഉമ്മാനിപ്പാനിയാണ് പറയുന്നത് കേട്ടോ. ഞാൻ ഇങ്ങോട്ട് പോരിമ്മ, എല്ലാം തേഞ്ഞിട്ട് നിൽക്കാൻ കൂടൂല, അങ്ങോട്ട് പോരി, ഇല്ലോടത്ത് കിടക്കാമെന്ന് പറയട്ടോ. അത് വേണ്ട, നിങ്ങളത് തന്നെ ആക്കി തീർത്താൽ മതി, ഇനി അതെന്നെ കാണാൻ വെച്ച അങ്ങനെ പറഞ്ഞുകൊണ്ട് അമ്മമ്മ കേട്ടോ. അപ്പോൾ വലിയ മുത്തച്ഛി താത്താൻ്റെ അടുത്താണ്. പിന്നെ ഇപ്പം ICUലാണ്, നിങ്ങൾക്ക് അറിയില്ല. ഇപ്പോൾ ICU എന്നൊക്കെ മാറ്റിയിട്ടുണ്ട്, വാർഡൊക്കെ സർജറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു ചെറിയ ബാത്റൂം ഉണ്ട് കേട്ടോ. അവിടെ പിന്നെ മുത്തച്ഛി പോലും വരും, പിന്നെ ഉമ്മയും ഒക്കെ ഉപയോഗിച്ചിരുന്നതാണ് കേട്ടോ. ഒരു തട്ടിക്കൂട്ടാണ് കേട്ടോ അതൊക്കെ. എല്ലാം ഒപ്പിച്ച് കൂട്ടിക്കാണ്ട് ഉണ്ടാക്കിയതാണ് എല്ലാ കാര്യങ്ങൾക്കും ചെയ്യാൻ കേട്ടോ. അപ്പം ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി തുടച്ച് റെഡിയാക്കി കിട്ടിയാലേ നമുക്ക് നിൽക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് കുറച്ച് ദിവസം നിൽക്കാമെന്ന് കരുതിക്കാണ്ടാണ് കേട്ടോ. ചിലപ്പോൾ ഒരു മാസമോ ചിലപ്പോൾ 15 ദിവസമാവും, ചിലപ്പോൾ ഒരു മാസമാവും. അപ്പോൾ എത്ര നമുക്ക് പെട്ടെന്ന് എല്ലാം റെഡിയായി കിട്ടണോ അത്ര പെട്ടെന്ന് നമുക്ക് നമ്മളെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോകണം കേട്ടോ. നമുക്കൊക്കെ ബുദ്ധിമുട്ടാണ് ഇങ്ങനെയൊക്കെ വന്ന് നിൽക്കുമ്പോഴേ. ഇങ്ങനെ അവിടെയും ഇവിടെയൊക്കെ വന്ന് നിൽക്കുമ്പോൾ കുട്ടികൾക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ടാവും. മദ്രസ് സ്കൂളും പിന്നെ എച്ചുമോൾ ഇവിടെ തന്നെയാണ് പോകുന്നത് കേട്ടോ. ഷെയ്മോൾ പിന്നെ ബസ്സും കാര്യങ്ങളൊക്കെ ഇതിലെ പാസ് ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ നമ്മൾ ആദ്യം ഇവിടെ തന്നെ അല്ലായിരുന്നോ, ഇതിൻ്റെ മേലെയാണ് കേട്ടോ വീട്. ഞാൻ അങ്ങോട്ടൊന്നും നോക്കിയില്ല, എനിക്ക് അങ്ങനെ നോക്കുമ്പോൾ ഭയങ്കര സങ്കടമാണ് കേട്ടോ. പിന്നെ അങ്ങനെ പോന്നു. പിന്നെന്താ, ഇത് ഇമ്മമ്മ ഇപ്പൊക്കെ ചായ കുടിച്ചതിനൊക്കെ ഒരു ടേബിളാണ് കേട്ടോ. അതൊക്കെ ഒന്നാണ് കഴുകി വൃത്തിയാക്കാമെന്ന് കരുതിക്കാണ്ടേ. പിന്നെന്താണെന്നോ, ഒരു സമാധാനക്കേടുണ്ട് എനിക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ. ഒന്നാമത്തെ കാര്യം ആ ഒരു കിണറിനെ പറ്റി ആലോചിച്ചിട്ടാണ് കേട്ടോ. പേടിയാണ്. നമ്മൾ പൊന്നുമ്മയൊക്കെ ഉണ്ടല്ലോ, ഭയങ്കര വികൃതിയാണ് കേട്ടോ. പെൺകുട്ടിയാണെന്നുള്ളൂ, ആൺകുട്ടികളെ വികൃതി ഉണ്ടാവുമല്ലോ. അപ്പോൾ കണ്ടോ തല്ലുവിടുകയാണ് കേട്ടോ, എന്തിനോ തല്ലുവിടുകയാണ്. മിന്നുമ്മി അങ്ങോട്ട് നല്ലോണം കാട്ടും, പൊന്നുമ്മയും കാട്ടും. പൊന്നുമ്മ ആൺകുട്ടികളെ മാതിരിയാണ്, ഭയങ്കര വികൃതിയാട്ടും. ഈ ഗ്രില്ലുമ്മലും ഇതിമ്മലൊക്കെ പിടിച്ച് വലിച്ച് ഓളന്നെയാണ് ആ റോട്ടിക്ക് കച്ചറകളൊക്കെ ഇടുന്നത് കേട്ടോ. കുട്ടികളാണ് നമുക്ക് നമ്മളെ കുട്ടികൾ പറഞ്ഞ പോലെ ഇത്തിരി വികൃതി ഉള്ള കുട്ടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ കല്ലും കടലാസൊക്കെ ഓല അങ്ങോട്ട് ഇട്ടിട്ടേ അതിലെന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണം. അപ്പോൾ എല്ലാം പൂർത്തിയാക്കിയിട്ടാണ് ഞാൻ അങ്ങോട്ട് കയറിപ്പോവുള്ളൂ കേട്ടോ. ഒരു സന്തോഷത്തോട് സമാധാനത്തിൽ ഇരിക്കണം അല്ലേ. അപ്പോൾ തൽക്കാലം ഇങ്ങോട്ട് അർജൻറ്റായിട്ട് പോരുകയാണ് കേട്ടോ. അപ്പോൾ ഒരു വാടക പേരെ ചോദിച്ച് വെച്ചിരിക്കണം, അത് സെറ്റായ അയക്ക് മാറും. തൽക്കാലം അർജൻറ്റിൽ ഇങ്ങോട്ട് പോരുകയാണ്. പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം.